സ്നേഹമുള്ളവരെ, നിങ്ങളേവരെയും സിംഗ് ആൻഡ് സിംഗ് ജേണി വിത്ത് ജീസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാമെല്ലാവരും ക്രിസ്തുമസ് നാളുകളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ് ക്രിസ്തുമസ് നാളുകൾ ആശംസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട 40 ചോദ്യങ്ങളുള്ള ഈ പ്രത്യേക ക്രിസ്തുമസ് ബൈബിൾ ക്വിസ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒന്നാമത്തെ ചോദ്യം, യേശുവിന്റെ അമ്മ ആരായിരുന്നു? മറിയ. രണ്ടാമത്തെ ചോദ്യം, യേശുവിന്റെ ജന്മസ്ഥലം ഏതാണ്? ബേത്ലഹേം. മൂന്നാമത്തെ ചോദ്യം, ആരാണ് യേശുവിന്റെ ജനനം പ്രഖ്യാപിച്ചത്? ഗബ്രിയേൽ ദൂതൻ. നാലാമത്തെ ചോദ്യം, യേശുവിന്റെ വളർത്തുപിതാവിന്റെ പേര് എന്തായിരുന്നു? യോസെഫ്. അഞ്ചാമത്തെ ചോദ്യം, യേശു ഏത് ഗോത്രത്തിൽ നിന്നുള്ളയാളായിരുന്നു? യഹൂദ. ആറാമത്തെ ചോദ്യം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതാര്? എലീശബത്ത്. ഏഴാമത്തെ ചോദ്യം, യേശുവിന്റെ ബാല്യകാല ഭവനം എവിടെയായിരുന്നു? നസ്രത്ത്. എട്ടാമത്തെ ചോദ്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് യേശുവിന്റെ ജനനം പ്രവചിച്ചത് ആര്? യെശയ്യാവ്. ഒമ്പതാമത്തെ ചോദ്യം, ശിശുവായിരിക്കെ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്? ഹെരോദാവ്. പത്താമത്തെ ചോദ്യം, യേശുവിന്റെ കുടുംബം എവിടെയാണ് പലായനം ചെയ്തത്? ഈജിപ്ത്. 11ആമത്തെ ചോദ്യം, യേശുവിന്റെ പ്രധാന ദൗത്യം എന്തായിരുന്നു? മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. 12ആമത്തെ ചോദ്യം, ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം? ദൈവം നമ്മോടുകൂടെ. 13ആമത്തെ ചോദ്യം, നക്ഷത്രം കണ്ടതുകൊണ്ട് അത്യന്തം സന്തോഷിച്ചതാര്? വിദ്വാൻമാർ. 14ആമത്തെ ചോദ്യം, ബെത്ലഹേമിലെ 2 വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളെ ഒക്കെയും കൊന്നുകളഞ്ഞ രാജാവ്? ഹെരോദാവ്. 15ആമത്തെ ചോദ്യം, റാമായിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ എന്ന് പ്രവചിച്ച പ്രവാചകൻ? യിരെമ്യാവ്. 16ആമത്തെ ചോദ്യം, ഹെരോദാവിന്റെ മകന്റെ പേര്? അർക്കെലൗസ്. 17ആമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വരികയും അത്യുന്നതന്റെ ശക്തി നിഴലിടുകയും ചെയ്യുമ്പോൾ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജയെ എന്തു വിളിക്കപ്പെടും എന്നാണ് ദൂതൻ പറഞ്ഞത്? ദൈവപുത്രൻ. 18ആമത്തെ ചോദ്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞതാര്? ഗബ്രിയേൽ ദൂതൻ. 19ആമത്തെ ചോദ്യം, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉദ്ഭവിച്ചു വരും എന്ന് പ്രവചിച്ച പ്രവാചകൻ? മീക. 20ആമത്തെ ചോദ്യം, യേശുവിന്റെ ജനന സന്ദേശം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ഇടയന്മാർക്ക്. 21ആമത്തെ ചോദ്യം, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൂതൻ ആരോടാണ് പറഞ്ഞത്? സെഖര്യാവ്. 22ആമത്തെ ചോദ്യം, സെഖര്യ പുരോഹിതന്റെ ഭാര്യയുടെ പേര്? എലീശബത്ത്. 23ആമത്തെ ചോദ്യം, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞതാര്? ശിമ്യോൻ. 24ആമത്തെ ചോദ്യം, മിസ്രയീമിൽ നിന്നു ഞാൻ എന്റെ മകനെ വിളിച്ചുവരുത്തി എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഹോശേയ. 25ആമത്തെ ചോദ്യം, യേശുവിന്റെ ജനനസ്ഥലം പ്രവചിച്ച പ്രവാചകൻ? മീക. 26ആമത്തെ ചോദ്യം, വിദ്വാൻമാർ യേശുവിന്റെ മുമ്പിൽ കാഴ്ചയായി സമർപ്പിച്ചത് എന്തെല്ലാം? പൊന്നും കുന്തുരുക്കവും മൂരും. 27ആമത്തെ ചോദ്യം, ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടു എവിടേക്ക് ഓടിപ്പോകാനാണ് ദൂതൻ യോസേഫിനോട് പറഞ്ഞത്? മിസ്രയീമിലേക്ക്. 28ആമത്തെ ചോദ്യം, നിന്റെ സ്വന്ത പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് മറിയയോട് പറഞ്ഞതാര്? ശിമ്യോൻ. 29ആമത്തെ ചോദ്യം, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പ്രസ്താവിച്ച പ്രവാചകി? ഹന്ന. 30ആമത്തെ ചോദ്യം, ഹന്ന പ്രവാചകിയുടെ അപ്പന്റെ പേര്? ഫനോവേൽ. 31ആമത്തെ ചോദ്യം, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് ദൂതൻ ആരോടാണ് പറഞ്ഞത്? മറിയയോട്. 32ആമത്തെ ചോദ്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഏത് പുസ്തകത്തിലാണ് ഈ പ്രവചനമുള്ളത്? ഉൽപ്പത്തി. 33ആമത്തെ ചോദ്യം, യേശുവിന് അദ്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും എന്ന് പ്രവചിച്ച പ്രവാചകൻ? യെശയ്യാവ്. 34ആമത്തെ ചോദ്യം,
യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് ഏത് പുസ്തകത്തിലാണ് പ്രവചനമുള്ളത്? സംഖ്യ പുസ്തകം 35 ചോദ്യം. ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും എന്ന് ഏത് പുസ്തകത്തിലാണ് പ്രവചനമുള്ളത്? യെശയ്യാവ് 36 ചോദ്യം. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും എന്ന് ഏത് പുസ്തകത്തിലാണ് പ്രവചനമുള്ളത്? സെഖര്യാവ് 37 ചോദ്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ എന്ന് ചോദിച്ചതാര്? വിദ്വാൻമാർ 38 ചോദ്യം. അവൻ നസറായൻ എന്നു വിളിക്കപ്പെടും എന്നു പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തതു നിവൃത്തിയാവാൻ തക്കവണ്ണം ഏത് ഗ്രാമത്തിലാണ് പാർത്തത്? നസറത്ത് 39 ചോദ്യം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്കു ഭവിക്കട്ടെ എന്നു പറഞ്ഞതാര്? മറിയ 40 അവസാന ചോദ്യം. യേശു എന്ന പേരിന്റെ അർത്ഥം? രക്ഷകൻ.